ഹലോ ഫ്രണ്ട്സ്, നിഷ അക്കാഡമിയിലെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് വന്നല്ലേ വീഡിയോയ്ക്ക്, എന്നാലും നമ്മൾ ഏകദേശം ഒരു 7 വീഡിയോസോളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാം കംപ്ലീറ്റ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിത് കഴിഞ്ഞ ക്ലാസ് വരെ ഉള്ളതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. കാരണം ഇത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ റെക്കറിങ് നമ്പേഴ്സിൻ്റെ ക്ലാസ് ആണ്. റെക്കറിങ് നമ്പേഴ്സ് എന്നാണ് ഈ ഒരു നമ്പേഴ്സിനെ നമ്മൾ പറയുന്നത്. റെക്കറിങ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ചില നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ ഈ 0.3333 എന്നൊക്കെ പറഞ്ഞ് പോകത്തില്ലേ, ചില നമ്പേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്താലും തീരത്തില്ല, നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ റെക്കറിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അവർക്കൊരു നൃത്തം ഉണ്ടാകത്തില്ല, നമ്മളിങ്ങനെ ഇങ്ങ് പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ അതിനെ റെക്കറിങ് നമ്പേഴ്സ് എന്ന് പറയും. ചില ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ചോദിക്കും ഏത് നമ്പർ, അപ്പോൾ ഈ 1/3 നിങ്ങൾക്ക് ചോദിക്കുകയാണ് 1/3 ഒരു റെക്കറിങ് ആണോ നോൺ റെക്കറിങ് ആണോ? നോൺ റെക്കറിങ് ആണോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 1 3 വെളിയിൽ എഴുതി, പോയിന്റ് ഇട്ടു, 10 കൊടുത്തു, 3 കൊടുത്തു, 9 വന്നു, വീണ്ടും 1 വന്നു, 10 കൊടുത്തു, 3 വന്നു. അപ്പോൾ 0.333 എന്ന് പൊക്കോണ്ടിരിക്കുമല്ലേ. വീണ്ടും 9 വന്നു, വീണ്ടും 3 കൊടുത്തു, അങ്ങനെ 333 എന്ന് പറഞ്ഞ് പൊക്കോണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇപ്പോൾ ഇതെന്തെന്ന് പറയാം, ഇതൊരു റെക്കറിങ് നമ്പറാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ നോൺ റെക്കറിങ് നമ്പേഴ്സ്, റെക്കറിങ് അല്ലാതെ നൃത്തമുള്ള നമ്പേഴ്സ്, നമുക്ക് 0.3 എന്ന് പറയുന്ന നൃത്തം ഉണ്ടല്ലോ, അങ്ങോട്ട് പോകുന്നില്ല. 0.37, അതേപോലെ 0.5 അങ്ങനെയുള്ള നമ്പേഴ്സും 0.5 എന്ന് പറഞ്ഞിരിക്കില്ല, 5 8 9. അപ്പം ഇതെല്ലാം എന്താണ്, നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പോവാത്ത നമ്പേഴ്സാണ്. അപ്പോൾ ആ നമ്പേഴ്സിനെയാണ് നമ്മൾ നോൺ റെക്കറിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോൺ റെക്കറിങ് നമ്പേഴ്സിനെ നമുക്ക് വേറെ കുറച്ച് പേരിട്ടൊക്കെ വിളിക്കാം. അതാണ് ടെർമിനേറ്റിംഗ് നമ്പർ, അല്ലെങ്കിൽ പിന്നെ എന്താണ് പറയുന്നത്, നമുക്ക് എക്സ്പിറേഷൻ നമ്പർ അല്ലെങ്കിൽ എക്സ്പിറേറ്റിംഗ് നമ്പർ എന്നും പറയാം. എക്സ്പിറേഷൻ നമ്പർ അല്ലെങ്കിൽ എക്സ്പിറേറ്റിംഗ് നമ്പർ എന്നും പറയാം. അപ്പോൾ ഇത്രയും നമ്പേഴ്സാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ റെക്കറിങ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്തു പോകുന്ന നമ്പേഴ്സ്, നോൺ റെക്കറിങ് റിപ്പീറ്റ് ചെയ്യാത്ത നമ്പേഴ്സ്. ഈ നോൺ റെക്കറിങ്ങിൻ്റെ ബാക്കിയുള്ള പേരുകളാണ് ടെർമിനേറ്റിംഗ് നമ്പർ, എക്സ്പിറേഷൻ നമ്പർ എന്ന് പറയുന്നത്, വേണമെങ്കിൽ എക്സ്പിറേറ്റിംഗ് എന്നും യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് 0.5 ബാർ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ബാർ ഇട്ടാണ് നമ്മൾ റെക്കറിങ് നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ബാർ ഇട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കറിങ് നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 0.5 ബാർ എന്ന് പറഞ്ഞാൽ 0.5555 എന്നും പറഞ്ഞ് അങ്ങ് പൊക്കോണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ 0.5 ബാർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, 5 അതേപോലെ ഇടുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 5 അതേപോലെ ഇട്ടിട്ട് ബാർ എന്ന് പറയുന്ന ആർക്ക് മാത്രമേ ഉള്ളൂ, 5ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ബാറുള്ള നമ്പറിനെ നമ്മൾ അതേപോലെ മുകളിൽ എഴുതി. എന്നിട്ട് ഡിനോമിനേറ്റർ എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ ബാറിന് താഴെ എത്ര ഡിജിറ്റ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് 9s ആണ് താഴെ കൊടുക്കേണ്ടത്. അപ്പോൾ ബാറിൻ്റെ താഴെ ഒരു ഡിജിറ്റ് അല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു 9 താഴെ കൊടുക്കുക. 5/9 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഞാൻ ഒന്നും കൂടെ പറയാം. 0.5 ബാർ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഏത് നമ്പറാണോ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് ആ നമ്പർ നമ്മൾ അവിടെ അതേപോലെ എഴുതുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ബാറിൻ്റെ അടിയിൽ എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കുക. ഒരു നമ്പറല്ലേ ഉള്ളൂ, അത്ര നമ്പർ ഓഫ് 9 നമ്മൾ അവിടെ ഇടുക. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? അപ്പോൾ 5/9 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇത്രയാണ് നിങ്ങൾക്ക് ഇവിടെ റെക്കറിങ് നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അതിനു മുമ്പ് RPFൻ്റെ കോഴ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ കോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് അസസ് ചെയ്യണമെന്നുള്ളവർ നിഷ ഓൺലൈൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഫോളോ ചെയ്താൽ മതി. ഇവിടെ വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് ഉണ്ട്, ഓൺലൈൻ മെൻറ്ററിംഗ് ഉണ്ട്, PYQ വർക്കൗട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അഡീഷണലി നമുക്ക് വരുന്ന കോഴ്സസ് എന്ന് പറഞ്ഞാൽ RRB ALP ടെക്നീഷ്യൻ്റെ കോഴ്സ് ഉണ്ട്, നമ്മുടെ RRB RPF നേരത്തെ നോക്കി, NDPCയുടെ റെക്കോർഡ് വേർഷൻസ് ഉണ്ട്, പിന്നെ ഫൗണ്ടേഷൻ കോഴ്സസ്, ഇത്രയും കോഴ്സസ് ആണ് വരുന്നത്. പിന്നെ SSC CGL 2024 കോഴ്സ് ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയേണ്ടവർ നിങ്ങൾ ഈ ഒരു നമ്പറിലോട്ട് കോൾ ചെയ്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ അപ്പോൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്, 0.6 ബാറിനെ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രാക്ഷൻ വാല്യൂലോട്ട് മാറ്റുക.
6 ബാർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഒരു ഡിജിറ്റ് അല്ലേ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 6 അതേപോലെ എഴുതി. ഇനി ഇതിൻ്റെ ഡിനോമിനേറ്റർ ബാറിൻ്റെ താഴെ എത്ര നമ്പർ ഉണ്ടോ അത്രയും നമ്പർ ഓഫ് 9 താഴെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ 6/9. 6/9 എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊന്ന് ചെറുതാക്കാം. 6ഉം 9ഉം കൂടെ ആകുമ്പോൾ നമുക്ക് 3 വെച്ച് ക്യാൻസൽ ചെയ്തുകൂടെ. 3 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 എണ്ണം വരും, ഇവിടെ 3 എണ്ണം വരും. 2/3 അല്ലേ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. പെട്ടെന്ന് ചെയ്തുകൂടെ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമ്മൾ തിരിച്ച് ഇങ്ങനെ ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ ഹാവ് എ വാല്യൂ ഓഫ് ടെർമിനേറ്റിംഗ് ഡെസിമൽ. അതിലേതിനാണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ വാല്യൂ ആണ്? നമ്മൾ നേരത്തെ ഒരു വാക്ക് പഠിച്ചു. എന്താണ് ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ടെർമിനേറ്റ് ചെയ്യുക, ഒരു ഇംഗ്ലീഷ് വാക്കാണ്. ടെർമിനേറ്റ് ചെയ്യുക, ഇറക്കി കളയുക. അയാളെ പിന്നെ ഇനി അവിടെ തുടരാൻ അനുവദിക്കുന്നില്ല. അതിനെയാണ് ടെർമിനേറ്റ്. ഒരു കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ അവിടെ നിന്ന് ഫയർ ചെയ്യുക, അല്ലെങ്കിൽ അയാൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക. അവന് ഇനി അവിടെ തുടരാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെയാണ്. തുടരാൻ പറ്റാത്ത നമ്പേഴ്സ്, സ്റ്റോപ്പ് ചെയ്യുന്ന നമ്പേഴ്സ്, നിന്ന് പോകുന്ന നമ്പേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കണം. 9/45 ഇതിനെങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുന്നത്? ന്യൂമറേറ്ററിലുള്ള വാല്യൂ അകത്തും വരും, ഡിനോമിനേറ്ററിലുള്ള വാല്യൂ പുറത്തും വരും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഇടുന്നു, ഇവിടെ ഒരു 0 ഇട്ടു. 90 വന്നു. 45 × 2 അല്ലേ 90 എന്ന് പറഞ്ഞാൽ 45 × 2 അല്ലേ 90. അപ്പോൾ ഇവിടെ 2 വന്നു, 90 വന്നു, ഇവിടെ 0 വന്നു. ഇത് തുടർന്ന് പോകുന്നില്ലല്ലോ. 0.2 എന്ന് പറഞ്ഞങ്ങ് നിന്നില്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെർമിനേറ്റിംഗ് ഡെസിമൽ എന്താ? 9/45 ആണ്. വേണമെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. അടുത്ത ഓപ്ഷൻ 6/45 പോയിന്റ് ടു 0 കൊടുത്തു. നമ്മൾ 45 × 2 90 ആയതുകൊണ്ട് തന്നെ 1 കൊടുത്തു, 45 വന്നു. ഇനി ബാലൻസ് എന്തുണ്ട്? 15 ഉണ്ട്, ഒരു 0 കൂടെ ഇട്ടു. 45 × 3 ചെയ്ത് നോക്കിക്കേ. നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 135 ആണ്. 135 അല്ലേ നമുക്ക് ഇവിടെ ഇടാൻ പറ്റൂ. വീണ്ടും നമുക്ക് 15 വന്നു, വീണ്ടും 0 കൊടുത്തു, വീണ്ടും 135 വന്നു, വീണ്ടും അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ടെർമിനേറ്റിംഗ് നമ്പർ അല്ല. ഇനി അടുത്ത 3/45 കൊടുത്താലോ? പോയിന്റ് ഇട്ടു, ചെയ്യാൻ പറ്റുന്നില്ല. വീണ്ടും 0 ഇട്ടാലല്ലേ മൂന്നാമതൊരാളെയും കൂടെ നമുക്ക് ഇറക്കാൻ പറ്റൂ. 300 വന്നു. 300 വരുമ്പോൾ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റുന്നേ? 45 × എത്രയാണ്? നമുക്കൊരു 6 ചെയ്ത് നോക്കാം. 6 ചെയ്യുമ്പോൾ 3 വരും, 270 വരും. 270 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ വീണ്ടും 30 വരും, വീണ്ടും ഒരു 0 കൂടെ ഇടും, വീണ്ടും 300 വന്നു, വീണ്ടും 270 വരും. അങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പോകും. ഇതുമല്ല. അപ്പോൾ അല്ലെങ്കിൽ തന്നെ നമുക്കിപ്പോൾ മനസ്സിലായി, ഓപ്ഷൻ നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ടെർമിനേറ്റിംഗ് ഡെസിമൽ എന്ന് പറഞ്ഞാൽ നിന്ന് പോകുന്ന ഡെസിമൽ, അവരിനി അവിടെ തുടരത്തില്ല എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് പോവാത്ത നമ്പേഴ്സിനെയാണ് ടെർമിനേറ്റിംഗ് ഡെസിമൽസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കാണുമല്ലോ. ഇനി അടുത്തത് നമ്മൾ കുറച്ച് പേരെങ്കിലും ഇത് അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ടായിരിക്കും. കൂടുതലും നമ്മൾ ഈ ഒരു വീഡിയോസ് കണ്ടിട്ടുണ്ടാകത്തില്ല. പക്ഷേ നമ്മളിത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഒറ്റ സെക്കൻഡ്, പറഞ്ഞാൽ ഒരു 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ എഴുതി ടിക്ക് ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തൊരു ടോപ്പിക്കാണ് 0.623 ബാർ. ഓക്കെ, പക്ഷെ നേരത്തെ നമ്മൾ പഠിച്ച എന്താ? പോയിന്റ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ബാർ ഉണ്ടായിരുന്നല്ലേ. നേരത്തെ നമ്മൾ 0.5 ബാർ എന്നാണ് പഠിച്ചത്, 0.6 ബാർ എന്നാണ് പഠിച്ചത്. ഇവിടെ പക്ഷേ ഒരാൾക്ക് ബാറില്ല, ബാക്കി 2 പേർക്ക് ബാറുണ്ട്. ഇതിനർത്ഥം എന്ന് പറഞ്ഞാൽ 0.6 അവിടെ അതേപോലെ ഉണ്ട്. 23 23 23 23 റിപ്പീറ്റ് ചെയ്ത് പോവാൻ. മനസ്സിലായോ? അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഫുൾ നമ്പറിനെ അതേപോലെ മുകളിലോട്ട് എഴുതുക. 623 പോയിന്റ് എന്ന് നോക്കണ്ട. ഇനി റിപ്പീറ്റ് ചെയ്യാത്ത നമ്പറിനെ ഇവിടെ നിന്ന് കുറയ്ക്കുക. റിപ്പീറ്റ് ചെയ്യാത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 6 എന്ന് പറയുന്ന നമ്പർ അല്ലേ റിപ്പീറ്റ് ചെയ്യാത്തത്, അതിനെ അവിടെ നിന്ന് കുറച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബാറുള്ള ആൾക്കാർക്ക് അത്രയും നമ്പർ ഓഫ് 9s കൊടുക്കുക. ബാറിൻ്റെ അടിയിൽ 2 പേരല്ലേ ഉള്ളൂ, അപ്പോൾ 2 9 കൊടുത്തു. ഇനി അടുത്തത് ബാർ ഇല്ലാത്ത ഒരാളില്ലേ, അയാൾക്കൊരു 0 കൂടെ അവിടെ കൊടുത്തേക്കണം.
ബാർ ഇല്ലാത്ത ആളുടെ 0 ഇപ്പുറത്ത് കൊണ്ട് കൊടുക്കരുത്. 0.9 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? 9 തന്നെയാണ്. 0.99 എന്ന് പറഞ്ഞാലും 99 എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ 0 ഇട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് 0 ഇവിടെയല്ല ഇടേണ്ടത്, 0 കൊണ്ട് ഏറ്റവും പിറകെ കൊണ്ടാണ് ഇടേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ കിട്ടുന്ന എന്താണ്? 617 ഡിവൈഡ് ബൈ 990 അല്ലേ? ഈ ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ടല്ലോ. ആൻസർ കറക്റ്റ് ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ, അപ്പോൾ 0.623 വന്നാൽ എന്ത് ചെയ്യണം? ഒരാൾക്ക് ബാർ ഇല്ലാത്തതുകൊണ്ട് അവർ ഫുള്ള് എടുത്ത് നമ്മൾ എഴുതുക. എന്നിട്ട് ബാർ ഇല്ലാത്ത ആളെ നമുക്ക് വേണ്ട എടുത്ത് കളഞ്ഞോളണം. ബാർ ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ കേട്ടോ. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റും. അപ്പം -6. ഇനി അടുത്ത് എന്താണ്? അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ ഈ 23 മാത്രമല്ലേ താഴെ, ബാറിൻ്റെ താഴെ 2 പേരല്ലേ ഉള്ളൂ. ആ 2 പേരെ നമ്മൾ അതേപോലെ എടുത്ത് താഴോട്ടിടുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 0 ഇട്ടു. അപ്പോൾ ആ 0 ഇടാൻ കാരണം എന്താ? ബാർ ഇല്ലാത്ത ഒരുത്തനില്ലേ, അവന് ഒരു 0 ഇട്ട് കൊടുക്കണം. 0 ഇട്ട് കൊടുത്തു. ഇനി അടുത്ത 617 ഡിവൈഡ് ബൈ 990. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് ആ ടൈപ്പ് അല്ല. ഇത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ആ ടൈപ്പ് ചെയ്തിട്ട് അതിലോട്ട് പോവാം. അപ്പോൾ 0.18 ബാർ, 1ന് ബാറില്ല, 8ന് ബാറുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് എഴുതുക. ബാർ ഇല്ലാത്ത ഒരുത്തനെ എടുത്ത് കളയുക. ഡിവൈഡഡ് ബൈ 9. 8ന് ബാറുണ്ടേ, അവിടെ അത്രയും 9 ഇടുക. 1ന് ബാറില്ലല്ലോ, അവിടെ 0 ഇടുക. 17 ഡിവൈഡ് ബൈ 90. ഓപ്ഷൻ ബി അല്ലേ നമുക്ക് വന്നത്. എത്ര പെട്ടെന്ന് ആൻസർ കിട്ടി? ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 0.623. ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണല്ലോ, റിപ്പീറ്റ് വന്നതാ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. 0.0654. അപ്പോൾ 54 ആണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. നമ്മളപ്പോൾ എന്ത് ചെയ്യണം? 6, 5, 4 അതേപോലെ എടുത്ത് എഴുതുക. 0 വേണമെങ്കിൽ ബാക്കിലോട്ട് എഴുതിക്കോ, അവിടെ ഇട്ടിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇനി അടുത്ത സ്റ്റെപ്പിൽ റിപ്പീറ്റ് ചെയ്യാത്ത ഒരുത്തനല്ലേ ഉള്ളൂ, 2 പേരുണ്ട്. 06. നമ്മൾ 06 എന്ന് എഴുതിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? 6ഉം 06ഉം ഒക്കെ ഒന്നല്ലേ? 6ഉം 06 ഒന്നല്ലേ? 06ന് നമ്മൾ എന്ത് പറയും? 6 എന്നല്ലേ പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ അങ്ങ് സബ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിൽ റിപ്പീറ്റ് ചെയ്യുന്ന ബാറിൻ്റെ അടിയിൽ 2 പേരില്ലേ, ബാർ 2 പേർക്കുണ്ട്. അപ്പം 2 9 ഇടുക. ഇനി ബാർ ഇല്ലാത്തവർക്കൊക്കെ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. ഒരാൾക്ക് 2 പേർക്കില്ല, അപ്പോൾ അവർക്ക് 2 0 കൊടുത്തു. അപ്പോൾ 6, 5, 4 അതിൽ 6 കുറച്ചാൽ എത്രയാണ്? 648 ഡിവൈഡ് ബൈ 9900. ഇനി അടുത്തത് ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞേ. എങ്ങനെ ക്യാൻസൽ ചെയ്യാം? നമുക്കിതിനെ ഒരു 6 വെച്ച് അങ്ങ് ക്യാൻസൽ ചെയ്താലോ? 6 വെച്ച് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ ഇവിടെ 1 വരും. 48 ഒരുമിച്ച് എടുക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു 0 ഇട്ടു. 8 ആവുമ്പോൾ 48 ആവുമ്പോൾ 8 അല്ലേ വരുന്നത്, 8 വന്നു. ഇനി ബാലൻസ് ഇവിടെ ആണെങ്കിൽ 1 കൊടുത്തു, ഇവിടെ 6 വന്നു. ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ്, മനസ്സിൽ 6 വെച്ച് ഡിവൈഡ് ചെയ്ത് എഴുതുവാണ്. 1 വന്നു. ഇനി ബാലൻസ് ഒരു 3 വന്നു. 39 ആവുമ്പോഴോ 6 വെച്ചിട്ട് 36 നമ്മൾ കൊടുത്ത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? വീണ്ടും ഒരു 3 വന്നേ. ഈ 0 താത്തിറക്കി 30 ആയേ. ഇവിടെ ഒരു 5 വന്നേ. ഈ ഒരു 0 കൂടെ ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് ഈ നമ്പറിനെ നമുക്ക് എന്തെങ്കിലും വെച്ച് ചെയ്യാൻ പറ്റുമോ? 3യുടെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇത് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞേ. എങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ള ഡിജിറ്റുകളൊന്ന് ആഡ് ചെയ്ത് നോക്കിയേ. ഇവിടെ 9 വന്ന് ആഡ് ചെയ്തപ്പോൾ, ഇവിടെ ആഡ് ചെയ്തപ്പോൾ എത്രയാണ് വന്നത്? നമുക്ക് എത്ര വരുന്നു? 12 വരുന്നില്ലേ? ഇവിടെയും 12 വരുന്നു. 3 വെച്ച് ക്യാൻസൽ ചെയ്യാലോ. 3 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 3 വരും, ഇവിടെ 36 വരും. ഇനി അടുത്ത ഇവിടെ 5 വരും, ഇവിടെ 5 വരും, ഇവിടെ ഒരു 0 കൂടെ വരും. ഇത്രയല്ലേ നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ 2 വെച്ച് ക്യാൻസൽ ചെയ്യാമല്ലോ. 2 വെച്ച് ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെയാണ് അറിയുന്നത്? ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. ഇവിടെ 6ഉം ഇവിടെ 0. ലാസ്റ്റ് ഡിജിറ്റ് ഒന്നുകിൽ 0, 2, 4, 6, 8 ഇതിൽ ഏത് വന്നാലും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും 2 വെച്ച്. 2 വെച്ച് ക്യാൻസൽ ചെയ്തു. ഇവിടെ നമുക്ക് 18 വന്നു. അപ്പോഴേ ഓപ്ഷൻ നോക്കിക്കോണം. പക്ഷെ 2 ഓപ്ഷൻ 18 വരുന്നതുണ്ട്. ഡിനോമിനേറ്ററിൽ 2 കൊടുത്തു, 4 വന്നു. ബാലൻസ് ഒരു 1 ഉണ്ട്, 5 കൂടെ ഇറക്കി 7 വന്നു. അപ്പോഴേ 7 ഉള്ളതും 2 ഉണ്ട്.
14 വന്നു, 1 വന്നു, 0 വന്നു. അപ്പോൾ 0 വരുമ്പോഴേ 10 ആവുമ്പോൾ 275 അല്ലേ? അപ്പോൾ 18 ഡിവൈഡ് ബൈ 275 നമ്മുടെ ആൻസർ. പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടിയില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ഈ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ഒരു മാർക്ക് പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്തിട്ട് പോവാം. അടുത്ത ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ? ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിർത്തിപ്പോകുക എന്നാണ്. റിപ്പീറ്റ് ചെയ്ത് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ 1/6 പോയിന്റ് ഇട്ടു, ഫസ്റ്റ് ഓപ്ഷനാണ്. 1 ഇട്ടു, 6 40 വന്നു, 6 വന്നു, 36 വന്നു, 40 വന്നു, 6 റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. ഇത് ടെർമിനേറ്റിംഗ് അല്ല. 17 ഡിവൈഡ് ബൈ 25 പോയിന്റ് ഇട്ടു, 0 കൊടുത്തു. 25 × 6 എത്രയാണ്? 150 വന്നില്ലേ? അപ്പോൾ 6 കൊടുത്തു, 150 വന്ന്, 20 വന്ന്. 20 ആവുമ്പോൾ പിന്നെ ഒരു 0 കൂടെ ഇറക്കിയാലല്ലേ 25 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. 25 × 8. ഇത് നമ്പേഴ്സൊക്കെ ഫെമിലിയർ ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്ക്വയറും ക്യൂബും ടേബിളും ഒക്കെ ഒന്ന് എഴുതി എല്ലാ ദിവസവും ഒരു പ്രാവശ്യം എഴുതി വെച്ചിരുന്നാൽ അത്രയും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്പർ എവിടെയെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആകെ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ഇവിടെ വരെയെങ്കിലും പഠിച്ചിരിക്കണം. 20 വരെയുള്ള സ്ക്വയർ ആദ്യമേ പഠിക്കുക, പിന്നെ 15 വരെയുള്ള ക്യൂബ് പഠിക്കുക, പിന്നെ ടേബിൾ നിങ്ങൾക്ക് 2 തൊട്ട് 10 വരെ ആദ്യമേ കറക്റ്റ് ആയിരിക്കണം. 2 to 10 വരെയുള്ള ടേബിൾ നന്നായിട്ട് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് അത് അത്യാവശ്യം അറിയാവുന്നവർക്കാണെങ്കിൽ 11 തൊട്ട് നിങ്ങളൊരു 20 വരെ പഠിച്ചോ. പഠിക്കുന്നതല്ല, എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഒന്ന് എഴുതുക, സ്വന്തമായിട്ട് തന്നെ എഴുതുക. അപ്പോൾ കുറേ കഴിയുമ്പോൾ കുറേ അക്ഷരങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ കയറും, അക്കങ്ങൾ മനസ്സിൽ കയറും. ഇത് അവിടെ വരുന്ന നമ്പറാണല്ലോ, അപ്പം നമുക്കിത് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാമെന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നും. അതിന് വേണ്ടിയിട്ടാണ് ഒരു തവണ ഇങ്ങനെ എഴുതാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു 04 വന്നു. ഇനി അടുത്തത് എത്ര വന്നേ? 200 വന്നില്ലേ? അപ്പോൾ നമുക്കിതെന്താ, ഇവിടെ ഒരു 8 കൊടുക്കുമ്പോൾ ഇവിടെ ഒരു 200 കൊടുത്തു, 0 വന്നു. അപ്പോൾ 0.68 റിപ്പീറ്റ് ചെയ്യാതെ നിർത്തിപ്പോകുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഇത്രയും മനസ്സിലായോ? നമ്മളിന്ന് 2 ടോപ്പിക്കാണ് പഠിച്ചത്. റെക്കറിങ് നമ്പർ 2 രീതി ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു രീതിയും കൂടെ ഉണ്ട്. ആ ഒരു രീതി നിങ്ങൾ ഇത് ഇത്രയും ഫുള്ളായിട്ട് പഠിക്കുക. എന്നാൽ ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞുതരാം, ജസ്റ്റ് പറഞ്ഞുതരാം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ 1.67 ബാർ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ 1നെ നമ്മൾ അതേപോലെ അവിടെ ഇട്ടിട്ട് ഈ പോയിന്റിന് വരെ ഇവിടെ ഒരു പ്ലസ് ഇടുക. കാരണം ഇത്രയും നേരം നമ്മൾ 0.67 ബാർ എന്നൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ 0 ഉള്ളതാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ പക്ഷേ ഇവിടെ ഒരു നമ്പർ ഉണ്ട്. അപ്പം നമ്പറിനെ നമ്മൾ അവിടെ അതേപോലെ ഇടുക, നടുക്ക് പോയിന്റിന് വരെ ഒരു പ്ലസ് ഇടുക. ഇനി ഈ 67 ബാർ എങ്ങനെയായിരുന്നു ചെയ്യുന്നേ? അത് 0.67 ബാർ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. 67 അതേപോലെ എഴുതി ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യണം? ബാറിൻ്റെ അടിയിൽ എത്ര പേരുണ്ടോ അത്രയും നമ്പർ ഓഫ് 9s കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്ന് ക്രോസ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ വരും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിപ്പിച്ചത് നിങ്ങൾ നല്ല കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ശരി, എന്നാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.